നേപ്പാളിലെ ബോട്ടെകോശി നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 170 ഉയർന്നു. പ്രളയത്തിൽ കാണാതായ 800-ലധികം ആളുകൾക്കായി നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ 105 ഇന്ത്യൻ പൗരന്മാരെ കാണാതായിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അതേസമയം നേപ്പാളിൽ വൻ നാശം വിതച്ച പ്രളയത്തിന് കാരണം ഭൂചലനമല്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ പ്രളയത്തിന് മുൻപുണ്ടായ പ്രകമ്പനം ഭൂചലനമല്ലെന്നും ശക്തമായ ഉരുൾപൊട്ടൽ മൂലമാണ് ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടായതെന്നുമാണ് USGS വ്യക്തമാക്കുന്നത്. പ്രാദേശിക സമയം രാവിലെ 8:37 കാഠ്മണ്ഡുവിനെ വടക്ക് നേപ്പാൾ ചൈന അതിർത്തി മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായതായി USG ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഏകദേശം ഇതേ സമയത്ത് തന്നെ ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് ഒഴുകുന്ന ബോട്ടെകോശി നദിയുടെ കൈവഴിയായ ലെൻഡെ ഗോല നദിയിലേക്ക് മലഞ്ചെരുവിൽ നിന്ന് വൻ മണ്ണിടിച്ചിൽ ഉണ്ടായി. ഇതാണ് പ്രളയത്തിന് കാരണമെന്നാണ് USGS റിപ്പോർട്ടിൽ പറയുന്നത്. പ്രളയത്തിൽ കാണാതായവരിൽ 466 പേർ വിനോദസഞ്ചാരികളാണെന്ന് നേപ്പാൾ സർക്കാർ വ്യക്തമാക്കി. നേപ്പാൾ ടൂറിസം ബോർഡിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇതിൽ 384 സഞ്ചാരികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ചും ഇഷ ഫൗണ്ടേഷൻ വഴി യാത്ര തിരിച്ച് 77 പേരെക്കുറിച്ചും നിലവിൽ യാതൊരു വിവരവുമില്ല. പ്രളയത്തിൽ 19 പാലങ്ങളും 40 കിലോമീറ്ററോളം റോഡുകളും നിരവധി കെട്ടിടങ്ങളും പൂർണ്ണമായി തകർന്നു. നേപ്പാളിലെ ദുരന്ത പശ്ചാത്തലത്തിൽ മുൻകരുതലെന്ന നിലയിൽ ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ നദീതീര പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതേസമയം ദുരന്തബാധിത പ്രദേശങ്ങളിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അടിയന്തരമായി പരിശോധിക്കാൻ കേരള മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾക്കും അവരുടെ ബന്ധുക്കൾക്കും സഹായത്തിനായി നോർക്ക റൂട്ട്സ് പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. സഹായത്തിനായി നോർക്കയുടെ 1070 എന്ന ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം തുറന്നിട്ടുള്ള 0086 139 8999 0012 അഥവാ 0086 185 1428 4905 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലോ ബന്ധപ്പെടാനാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു.